ഹലോ, ഗുഡ് മോർണിംഗ്. ദുബായിലെത്തിയിട്ട് ഇന്നേക്ക് 4-ാമത്തെ ദിവസമാണ് കേട്ടോ. വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇന്നലെ മുതൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ താൻ പാതി ദൈവം പാതി എന്നല്ലേ, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കും. ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിൽ, പഠിച്ചവന് വിട്ടെടുത്തേക്കാണ്. എനിക്ക് കിട്ടാനുള്ളതാണെന്നുണ്ടെങ്കിൽ പഠിച്ചവൻ തരും, അത്രയേ ഉള്ളൂ. എന്തായാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. കസിൻ്റെ കുട്ടികളാണ്, ഒരാളോടെ ഉണ്ട്, ഉറങ്ങുകയാണ് കേട്ടോ, എണീറ്റിട്ടില്ല. അവൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ റൂമിലാണ്. നോക്കാനൊരു ചേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വന്നത് മുതൽ ഇവക്ക് ഫുഡ് ഞാൻ കൊടുത്താൽ മതി എന്നാണ്. എന്തായാലേ കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി ഇതുതന്നെയാണ്. 1 മണിക്കൂറോളം ഈ ഒരു ഫോണിൽ വരുന്ന ഓരോ വാക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കും, ചെക്ക് ചെയ്യും, അപ്ലൈ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോന്ന് അയച്ചു തരും. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പോൾ വന്നതിൻ്റെ ഒരു 2 ദിവസമായിട്ടുള്ള പരിപാടി. പിന്നെ ഇന്നലെ അപ്ലൈ ചെയ്ത ഒരെണ്ണം ഇന്ന് റിജക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ നമ്മൾ ഫസ്റ്റ് പെട്ടെന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നുമെങ്കിലും അത് ശീലമായിക്കോളും. അതാണ് എൻ്റെ കസിൻ എന്നോട് പറഞ്ഞത്. ഇനി ഇതൊക്കെ എത്ര ഏറ്റുവാങ്ങിയിരിക്കണോ അല്ലേ. എന്തായാലും ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണം. പക്ഷെ ഇവിടെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ടാസ്ക്കാണെന്നാണ് എല്ലാവരും പറയണത്. എന്തായാലും നോക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. കുറച്ച് ടൈമൊന്ന് വെറുതെ നടക്കാമെന്ന് വിചാരിച്ചൊന്ന് പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ. രാവിലെ തന്നെ നല്ല ചൂട്. ഏകദേശം ഒരു 8-8:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നോക്കി നോക്ക്, വെയിൽ കണ്ടില്ലേ, ഭയങ്കര ചൂട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നടത്തം പിന്നെ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിൽ തന്നെ കയറി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.